ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2025 അഥവാ ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മളുടെ SSLC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളാണ്. നമ്മളുടെ എക്സാം സിമ്പിളായിരുന്നു എന്നാണ് നമ്മൾ കണ്ടത്. വല്ല ടഫായിട്ടുള്ള വലിയ ഗതികേടുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗ്യവാന്മാരാണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും എക്സാം എഴുതി കഴിഞ്ഞു. ഇനി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. കാരണം എക്സാം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ട്, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ ഒരുപാടുണ്ട്. ഐ ഹോപ്പ് all will get a better score. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. 2 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങളുടെ ആൻസറാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഈ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ വലിയൊരു ലെങ്തി വീഡിയോ ആവും. അതുകൊണ്ടാണ് ചെറിയ പാർട്ടുകളാക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ടൈമായിരിക്കും. ചിലപ്പോൾ ഇനി 2 എക്സാമുകൾ തീർന്നതിന് നിങ്ങൾ എക്സാമുകൾ തീർന്നതിന് ശേഷം മാത്രം നിങ്ങളിതിൻ്റെ ആൻസർ കീകൾ ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മാർക്കിന് നമ്മളുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിന് 2 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ആൻസറുകളും നമുക്കൊന്ന് നോക്കാം. ഇൻ ദ ഫിഗർ O is the center of the circle if angle ACB equal to 70 degree. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രമാണ്. ആംഗിൾ ACB 70 ഡിഗ്രി ആയാൽ ആംഗിൾ AOB എത്രയാണെന്ന് കാണണം. അതേപോലെ തന്നെ ADB എത്രയാണെന്ന് കാണണം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആവട്ടെ. ആദ്യത്തെ ചോദ്യം AOB എത്രയാണെന്നാണ്. നോക്കിയേ, നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചാണ്. ഒരു കോഡ് ഇപ്പോൾ AB ഇങ്ങനെ യോജിപ്പിച്ചാൽ നമുക്കൊരു കോഡ് കിട്ടും. ഓക്കെ, ഒരു കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ A എന്നും B എന്നും സെൻറ്ററിലേക്ക് വരുന്നതല്ലേ ഈ ആംഗിൾ AOB എന്ന് പറയുന്നത്. സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും അത് സർക്കിളിൽ ഓപ്പോസിറ്റ് കോഡിലുള്ള സർക്കിളിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ അതിൻ്റെ പകുതി ആയിരിക്കും ഓപ്പോസിറ്റ് ഉണ്ടാവുക. ഓക്കെ, A എന്നും B എന്നും നേരെ Oയിലോട്ട് പോകുന്നത് അഥവാ സെൻറ്ററിലോട്ട്. അതേപോലെ തന്നെ Aയിൽ നിന്ന് നേരെ സർക്കിളിലോട്ട് Bയിലോട്ട്. രണ്ടും A എന്നും B എന്നല്ലേ പോണേ. അപ്പോൾ സർക്കിളിൽ 70 ആണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ എന്ത് വരും? അതിൻ്റെ ഇരട്ടി വരും. ഓക്കെ, അപ്പോൾ 140. ഇനി ADB ആണ് ചോദിച്ചിട്ടുള്ളത് ഈ ആംഗിൾ. ഈ ADB അതേപോലെ തന്നെയാണ്. Aയിൽ നിന്ന് തുടങ്ങി സർക്കിളിൽ ടച്ച് ചെയ്താണ്ട് Bയിലേക്ക് വരുന്ന അവസാനിക്കുന്നു. ഒരേ വൃത്തഖണ്ഡത്തിലെ ഒരേ ആർക്കിലെ കോണുകളാണ്. ഇപ്പം നമ്മൾ ഈ AB എന്ന് പറയുന്ന കോഡിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ആർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഒന്ന് ഏതാ? ഈ ACDB എന്ന് പറയുന്നതാണ് ഒരാർക്ക്. ഈ ആർക്കിൻ്റെ ഉള്ളിൽ എവിടെ നമ്മളൊരു കോണ് വരച്ചു കഴിഞ്ഞാലും ആ കോണുകളൊക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം 70 തന്നിട്ടുണ്ട്. അപ്പോൾ ADBയും എന്ത് തന്നെയായിരിക്കും? 70 തന്നെയായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഈ രണ്ടാമത്തെ ചോദ്യം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നാണ്. 3, 8, 13 is an arithmetic sequence. അതൊരു സമാന്തര ശ്രേണിയാണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം കാണുക, 11th ടേം കാണണം. പൊതുവ്യത്യാസം കാണാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് D = സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം കുറക്കുക. സെക്കൻഡ് ടേമായ 8 എന്ന് ഫസ്റ്റ് ടേമായ 3 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 5. ഓക്കെ, ഇനി 11th ടേം കാണാൻ A11 അല്ലെങ്കിൽ X11 എന്നൊക്കെ പറയും. A11 = A1 + 10D എന്ന് എടുത്താൽ മതി. 11th ടേം A1 + n - 1 × D എന്നാണ്. n 11 ആണ്. അപ്പോൾ 11 - 1 10D. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അത് 3 ആണ്. അപ്പോൾ 3 + 10 × D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. 10ലോട്ട് 3 കൂട്ടിയിട്ട് 5 കൊണ്ട് എന്ത് ചെയ്യരുത്? ഗുണിക്കരുത്. അക്കോർഡിംഗ് ടു ബോഡ് മാസ് നിയമപ്രകാരം ആദ്യം നമ്മൾ ഗുണിക്കണം. ആദ്യം എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പോൾ 10 × 5 എത്ര കിട്ടും? 50 കിട്ടും. ആ 50ലോട്ട് 3 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 53 കിട്ടും. ഇതാണ് ഈ സീക്വൻസിന്റെ 11th ടേം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് നമ്പേഴ്സ് ഫ്രം 1 to 20 ആർ റിട്ടൺ ഓൺ എ പേപ്പർ സ്ലിപ്പ് ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. ഇഫ് എ സ്ലിപ്പ് ഈസ് ടു ബി ടേക്കൺ ഫ്രം വിത്തൗട്ട് ലുക്കിംഗ്, 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ 2 കടലാസ് എഴുതിക്കണം അല്ലേ.
കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നോക്കാതെ ഒരു കടലാസ് കഷ്ണം എടുത്താൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ? അതൊരു അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എന്ത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? അതൊരു പൂർണ്ണവർഗമാവാനുള്ള സാധ്യത എന്ത്? അപ്പൊ മക്കളെ, ആദ്യം അഭാജ്യ സംഖ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ഫാക്ടറുള്ള നമ്പറുകളെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഒന്ന് പ്രൈം നമ്പർ ആണോ? അല്ല, കാരണം ഒന്നിന് ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റത്തെ പ്രൈം നമ്പർ ഫസ്റ്റത്തെ ഈവൺ നമ്പർ ആണ്, അഥവാ 2 ആണ്. പിന്നെ ആരെ വരിക? 3 ആണ്. പിന്നെ 5 വരും, 7 വരും, പിന്നെയോ 9 വരില്ല. കാരണം എന്താണെന്നറിയോ? 9നെ 1 × 9 എന്ന് പറയുന്ന 2 ഫാക്ടർ മാത്രമല്ല. അപ്പൊ പ്രൈം നമ്പറിന് ഫാക്ടർ ആയിട്ട് ആ നമ്പറും 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 9നെ നമുക്ക് 1 × 3 വെച്ച് മാത്രമല്ല 3 × 3 വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പ്രൈം നമ്പർ നോക്കുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. 1 × ആ നമ്പർ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 9 പറ്റില്ല. പിന്നെ അടുത്ത് വരുന്ന ആരാ? 11, പിന്നെ 13, 15 പറ്റുമോ? ഇല്ല. 15ന് 1 × 15 മാത്രമല്ല 3 × 15 വരുന്നുണ്ട്. പിന്നെ 17, 19. ഓക്കെ, ഇതാണ് പ്രൈം നമ്പേഴ്സ്. 2, 3, 5, 7, 11, 13, 17, 19. ഇത് എത്ര ഉണ്ട് നോക്കിയേ? എവിടെ? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8 ടോട്ടൽ എത്ര നമ്പറാ? 1 മുതൽ 20 വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ 20 എണ്ണം. അപ്പോൾ 8/20. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പോൾ 8നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. 8/4 2, 20/4 5. അപ്പോൾ 2/5 എന്ന് കിട്ടും. ഇനി അടുത്ത വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്ന് പറഞ്ഞാൽ 1, 2 നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറുകൾ കണ്ടാൽ മതി. 1ന്റെ സ്ക്വയർ എത്രയാ? 1. 2ന്റെ സ്ക്വയർ 4. 3ന്റെ സ്ക്വയർ 9. 4ന്റെ സ്ക്വയർ 16. 5ൻ്റെത് 25 ആണ്. അപ്പം അത് വരില്ല. ഓക്കെ, 1, 4, 9, 6 എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പം 4/20. അതിന് ചെറുതാക്കുമ്പോൾ 1/5 എന്നും കിട്ടും. ഓക്കെ, ദെൻ 2 മാർക്കിന് ചോദിച്ച 4ാമത്തെ ചോദ്യം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുന്നതായിരിക്കും നമ്മുടെ ഓപ്ഷനിൽ. ഇതിൽ ഒരെണ്ണം ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഒരെണ്ണം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ചോദ്യം എന്തായിരുന്നു? ഇൻ ദ ഫിഗർ O is the center of the circle. If BC = 4 cm and A = 50 degree, find the diameter of the circle. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. ആംഗിൾ A 50 ഡിഗ്രി, BC 4 സെന്റിമീറ്റർ ആയാൽ ത്രികോണത്തിന്റെ പരിവൃത്ത വ്യാസം കാണുക. മക്കളെ, ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഇക്വേഷൻ ഏതാണ്? ഒരു ത്രികോണം തന്നിക്കണ്. ആ ത്രികോണത്തിന്റെ പരിവൃത്തം വരച്ചിട്ടുണ്ട്. ആ ത്രികോണത്തിന്റെ ഒരു കോണ് തന്നിട്ടുണ്ട്. ഒരു കോണിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഇക്വേഷൻ ഏതാണ്? എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതറിയോ? BC = 2R sin A. നമ്മളൊരു സൈഡ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും തന്നു കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് ആംഗിളിനെ സൈൻ വാല്യൂവിനെ ഡയമീറ്റർ കൊണ്ട് അഥവാ റേഡിയസിന്റെ ഇരട്ടി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. സോ BC = 2R sin A. BC 4 ആണ്. 2R × sin A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 50. അത് എത്രയാ? 0.64. ഇനി നമുക്ക് കാണേണ്ടത് ഡയമീറ്റർ ആണ്. അപ്പം ഞാൻ ഈ 0. എവിടെ? ഇത് കോസ് അല്ല. സൈന് 0.077. 0.77. ഈ 0.77 ഞാൻ ഇപ്പുറത്തോട്ട് എടുത്തു. അപ്പോൾ 4/0.77. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലാണ് പോയിന്റ് വരുന്നതെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ ആദ്യം കളയണം. എങ്ങനെ കളയാ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 0 ആണ്. അപ്പോൾ 2 0 വരുന്ന നമ്പർ കൊണ്ട് 10ന്റെ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ കൊണ്ട് ഗുണിക്കണം. 100 100. അപ്പോൾ 400 എന്ന് വരും. 400/77. ഇനി ഈ 400ൽ എത്ര 77 ഉണ്ട് നോക്കണം. ഒരു 77 ഇതിൽ വരില്ല, കാരണം 40ൽ വരില്ല. 400ൽ നോക്കേണ്ടത്. 400ൽ നമുക്ക് നോക്കാം. 70 വെച്ച് നോക്കുക. 77 അല്ലേ? അപ്പോൾ 80 വെച്ച് നോക്കുക. ഓക്കെ, 80ന്റെ ടേബിൾ ചൊല്ലുമ്പോൾ 400 എവിടെ വരുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, 40 ആണല്ലോ. 5 എണ്ണം വരും 80 അല്ലേ? 5 എണ്ണം വരും.
80, അപ്പം 400. ഇത് 5 എണ്ണം 77 എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 80 5 എണ്ണം പോകുമെന്ന് പറഞ്ഞു അല്ലേ? 400, 8 5 40. ഇനി 7 5 35ക്ക് 5 ശിഷ്ടം 3. 7 5 35 3 38, 385. അപ്പോൾ എത്ര എണ്ണം പോവും? 5 എണ്ണം പോവും. ഇവിടെ എത്രയാണ് കിട്ടുക? 385 എന്ന് കിട്ടും. ഇനി മൈനസ് ചെയ്യാം. 10 നിന്ന് 5 പോയാൽ 5, ഇവിടെ ഇനി 9 അല്ലേ ഉണ്ടാവുക. 9 നിന്ന് 8 പോയാൽ 1, 3 നിന്ന് 3 പോയാൽ 0. ഇനി ഒരു 0 ഞാനിവിടെ ഇട്ട് കൊടുത്തു, എക്സ്ട്രാ ഇട്ട് കൊടുത്ത 0ആണ്. അപ്പോൾ ഇവിടെ പോയിന്റ് ഇടണം. ഇനി 150ൽ എത്ര 77 ഉണ്ട്? 77 × 2, 2 ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? 2 7 14ക്ക് 4 ശിഷ്ടം 1, 14 1 15, 2 എണ്ണം ഇല്ല കണ്ടോ, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ 77. വീണ്ടും 10 നിന്ന് 7 പോയാൽ 3, ഇവിടെ ഇനി 4 ഉണ്ടാവുള്ളൂ. 4 നിന്ന് 7 പോകുമോ? ഇല്ല. അപ്പോൾ ഇങ്ങോട്ട് എടുത്തു. 14 നിന്ന് 7 പോയാൽ 7, 73 എന്ന് കിട്ടും. ഓക്കെ, ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 730. ഇനി 730ൽ എത്ര 77 ഉണ്ടെന്നാണ് അടുത്ത ചോദ്യം. 77നെ നിങ്ങൾ 80 ആയിട്ട് കൺസിഡർ ചെയ്യുക. 77 എത്രയായിട്ട് കൺസിഡർ ചെയ്യുക? 80 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി 80 എത്ര എണ്ണം വരുന്നുണ്ട് 730 നോക്കിയാൽ മതി. ഇനി 0 ഒഴിവാക്കിയിട്ട് 8 8 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അത് നേരത്തെ 5 8 40, 6 8 48, 7 8 56, 8 8 64, 9 8 72 ആണ്. അപ്പോൾ 720 വരെ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ 9 എണ്ണം, 8 9 72. 9 63ക്ക് 3 ശിഷ്ടം 6, 9 63 6 69. ഇനി ഇതിലേക്ക് ഒരു 77 കൂട്ടി നോക്കാം നമുക്ക്. 10 എണ്ണം പോകും. ഇത് 9 ആണല്ലോ. 10 എണ്ണം പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 77 × 10 770 ആണ്. അപ്പോൾ 9 എണ്ണം. അപ്പോൾ 5.19 എന്ന് കിട്ടും. അതാണ് നമ്മളുടെ ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സർക്കിളിന്റെ വ്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 5.19. ഈ 4 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മളുടെ എക്സാമിന് നമ്മളോട് ചോദിച്ചത്. 4 സിമ്പിൾ ക്വസ്റ്റ്യൻസുകളല്ലേ, പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ കിട്ടുന്നതല്ലേ. ഈ ഡിവിഷനൊക്കെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ശരിക്കും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ടപ്പേ എന്ന് പറഞ്ഞിങ്ങനെ ആൻസറുകൾ എഴുതി പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നിങ്ങൾ എഴുതിയ ആൻസറുകളെല്ലാം ശരിയാവട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ, A+ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ആൻസറുകളും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ.